അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. പുണ്യമായ മുഹറം മാസത്തിലാണ് നാം നിലനിൽക്കുന്നത്. ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമാണ് വിശുദ്ധമായ മുഹറം മാസം. ഒരുപാട് അൻബിയാക്കളുടെ ചരിത്ര സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ളതായ മാസമാണ് വിശുദ്ധമായ മുഹറം മാസം. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ തൗബ സ്വീകരിച്ചതും പുണ്യമായ മുഹറം മാസത്തിലാണ്. അങ്ങനെ പുണ്യമായിട്ടുള്ള ഈ മുഹറം മാസം ഒരുപാട് പ്രത്യേകതകൾ അടങ്ങിയ മാസമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്രൂദിൻ്റെ തീക്കുണ്ടത്തിൽ ഇടപെടുകയും അപ്പോൾ ധിക്കാരിയായ നമ്രൂദിനെതിരെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവിടത്തേക്ക് ആ ആളിക്കത്തുന്ന തീയിലിട്ടപ്പോൾ ആ തീയുടെ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് കിലോമീറ്ററോളമുള്ള പക്ഷികൾ വരെ ആ തീയിൽ ചത്തുവീഴുമായിരുന്നു. അങ്ങനെയുള്ള ആ തീയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്രൂദ് തീക്കുണ്ടത്തിലേക്ക് ഇടപെട്ടു. അപ്പോൾ ആ സമയത്ത് കുല്ല അല്ലാഹു തആല പറയുകയാണെന്ന് നാം പറയപ്പെട്ടു, യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, അല്ലയോ തീയെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് തണുപ്പും രക്ഷയുമാകുവാൻ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് അവിടെ നല്ല കൂളായിട്ടുള്ള ഏസിയാക്കി അല്ലാഹു തആല ആക്കി മാറ്റപ്പെടുകയുണ്ടായി. അങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ള മാസമാണ് പുണ്യമായ മുഹറം മാസം. അതുകൊണ്ട് നാം ഈ വിശുദ്ധമായ മുഹറം മാസത്തെ ആദരിച്ചുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും വർദ്ധിപ്പിക്കുവാനും നാം ശ്രദ്ധിക്കുക. സ്വന്തം വാപ്പയെ കൊന്ന ആളോട് പോലും പ്രതികാരം ചെയ്യാതിരിക്കലാണ് മുഹറം മാസത്തിൽ ബഹുമാനിച്ചുകൊണ്ട് ആ മാസത്തിൽ പ്രതികാരം പോലും ചെയ്യുകയില്ലായിരുന്നു. ആ കാലത്തെ ആ മുഹറം മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് മുഹറം മാസത്തിലായതുകൊണ്ട് ആ മാസത്തിൽ പ്രതികാരം പോലും പണ്ടത്തെ മുൻഗാമികൾ ചെയ്യുകയില്ലായിരുന്നു. അങ്ങനത്തെ പവിത്രമായ മാസമാണ് വിശുദ്ധമായ ഈ മുഹറം മാസം. അങ്ങനെ നാം അള്ളാഹുവിൻ്റെ മാസമായ വിശുദ്ധ മുഹറം മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ടും ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രദ്ധിക്കുക. അങ്ങനെ തഖ്വ കൊണ്ട് നാം മുന്നേറുകയും ഓരോ ചവിട്ടടിയും ഖബറിലേക്ക് ഉള്ളതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം
ആ ഖബറിലെ അദാബിനെ ഭയന്നുകൊണ്ട് അദാബുൻ അലീം വേദനാജനകമായിട്ടുള്ള ശിക്ഷയാണ് ഉള്ളത്. അത് നാം മനസ്സിലാക്കി മഹബ്ബത്തുള്ള അള്ളാഹുവിനെ നാം ഇഷ്ടം വയ്ക്കുകയും മഹബ്ബത്ത് വെച്ചുകൊണ്ട് നാം തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം വളരെ വളരെ വേഗം തയ്യാറാവുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.